കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സിബിഐയുടെ ശുപാർശ സർക്കാർ പൂഴ്ത്തി. 2015 മെയ് മാസത്തിലാണ് സിബിഐ ശുപാർശ സമർപ്പിച്ചത്. വ്യാജ തണ്ടപ്പേർ റദ്ദാക്കണമെന്ന് സിബിഐ നിർദ്ദേശിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. DGPക്കും റവന്യൂ സെക്രട്ടറിക്കുമാണ് ശുപാർശ കൈമാറിയത്. ഭൂമി തട്ടിപ്പുകാർക്ക് വേണ്ടിയാണ് റിപ്പോർട്ട് പൂഴ്ത്തിയത് എന്ന വിവരവും ഇതോടൊപ്പം പുറത്തു വരുമ്പോൾ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുകയാണ്. സജേഷ്, കടകംപള്ളി ഭൂമി തട്ടിപ്പ് നികുതി അടയ്ക്കാനാകാതെ നിരവധി പേർ വില്ലേജ് ഓഫീസിൽ അടക്കം പ്രതിഷേധവുമായി എത്തി കേരളത്തെ പിടിച്ചുകുലുക്കിയ സംഭവമാണ്. ഇതിലൊരു ശുപാർശ എത്തിയിട്ട് സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. തീർച്ചയായും ഷാദ്, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലിംരാജ് ഉൾപ്പെട്ട കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസ് ഇപ്പോൾ സിബിഐ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൽ പ്രാരംഭഘട്ടത്തിൽ സിബിഐ നൽകിയ ശുപാർശയിന്മേലാണ് സർക്കാർ നടപടിയെടുക്കാതെയിരുന്നത്. സ്റ്റേറ്റ് പോലീസ് ചീഫിനും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും രജിസ്ട്രേഷൻ IGക്കുമായിരുന്നു സിബിഐ ശുപാർശ നൽകിയത്. ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി, മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള സലിംരാജിനെതിരെ വകുപ്പ് തല നടപടി തുടങ്ങിയ കാര്യങ്ങളും, ഒപ്പം വ്യാജ തണ്ടപ്പേർ സൃഷ്ടിച്ച് വ്യാജ സർവേ നമ്പറുകൾ സൃഷ്ടിച്ചായിരുന്നു ഈ ഭൂമി തട്ടിപ്പ് നടത്തിയത്. ആ സർവേ നമ്പറുകൾ അടിയന്തിരമായി റദ്ദാക്കണമെന്ന ശുപാർശ CBI നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമി തട്ടിപ്പിൽ ഇടപെട്ടിട്ടുള്ള അതിൻ്റെ ഭാഗവാക്കായി നിന്ന ആധാരം എഴുത്തുകാരുടെ മുഴുവൻ ലൈസൻസ് പ്രാരംഭഘട്ടത്തിൽ തന്നെ റദ്ദാക്കണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. ഈ ശുപാർശകളെല്ലാം സർക്കാർ മുക്കി. അതുമാത്രമല്ല, ഇതിൽ ശക്തമായ ശുപാർശ ആവശ്യപ്പെട്ടിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കെല്ലാം പിന്നീട് പ്രൊമോഷൻ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അന്ന് റവന്യൂ അഡീഷണൽ തഹസിൽദാരായിരുന്ന GV ഹരിഹരൻ നായർക്കെതിരെയാണ് ഇതിലെ ഏറ്റവും വലിയ പരാമർശമുള്ളത്. മേജർ പെനാൽറ്റി ഹരിഹരൻ നായർക്ക് നൽകണമെന്നാണ് CBIയുടെ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ പിന്നീട് ഹരിഹരൻ നായരെ ഇപ്പോൾ സർവേ ഡയറക്ടറേറ്റിലെ സൂപ്രണ്ടായാണ് പ്രൊമോഷൻ നൽകിയിട്ടുള്ളത്. ഈ രീതിയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശിക്ഷ സർക്കാർ നടപ്പാക്കിയത്. CBI റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടവർക്കെല്ലാം പിന്നീട് പ്രൊമോഷൻ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കടകംപള്ളി ഭൂമി തട്ടിപ്പിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരരുതെന്ന കൃത്യമായ ഉദ്ദേശം സർക്കാരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ശുപാർശകളൊന്നും നടപ്പാക്കാതിരുന്നത്. ഇതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്നത് 400-ലധികം കുടുംബങ്ങളാണ്. 400-ലധികം കുടുംബങ്ങളുടെ പേരിലുള്ള ഭൂമിയായിരുന്നു ഈ തട്ടിപ്പിന് ഇരയായത്. ആ ഭൂമി നഷ്ടപ്പെട്ടവർക്കൊന്നും ഇപ്പോഴും നികുതി അടയ്ക്കാനോ മറ്റു കാര്യങ്ങളോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വ്യാജ സർവേ നമ്പറുകൾ അടിയന്തിരമായി റദ്ദാക്കി ഇവർക്ക് നികുതി അടയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും CBI ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊന്നും ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലും നടപടിയെടുക്കാതെ CBI റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തുകയായിരുന്നു. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അജിംഷാദ്. തീർച്ചയായും സജേഷ്, വളരെ ഗൗരവമായ കാര്യങ്ങൾ. ഒരുപക്ഷെ ഇന്നലെ വരെ കരമടച്ചിരുന്നവർ ഒരു നിമിഷം ചെന്നപ്പോൾ കരമടയ്ക്കാനാകുന്നില്ല എന്ന രീതിയിൽ കേരളം കണ്ടതിൽ വെച്ച്, റവന്യൂ സംവിധാനവുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെട്ടിപ്പായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതുമായി ബന്ധമുണ്ട് എന്നതായിരുന്നു സംഭവത്തെ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നത്. ഈ കേസിലാണ് CBIക്ക് കണ്ടെത്താനായത്. അല്ലെങ്കിൽ അന്വേഷണ മധ്യേ തന്നെ വ്യാജ തണ്ടപ്പേരുകൾ റദ്ദാക്കണമെന്ന് CBI പോലും പറയുമ്പോൾ അതുവഴി ബോധ്യമാകുന്ന തട്ടിപ്പിൻ്റെ കഥകൾ ഒന്ന്. ഇത്തരം തട്ടിപ്പുകൾ ബോധ്യമായിട്ടും അത് പൂഴ്ത്തിവെച്ചു, അതിന്മേൽ നടപടിയെടുത്തില്ല എന്ന ഗവൺമെന്റിന്റെ കുറ്റം വളരെ ഗൗരവം അറിയിക്കുന്നു. തീർച്ചയായും ഷാദ്, ഇതിൻ്റെ കടകംപള്ളി ഭൂമി തട്ടിപ്പിൻ്റെ വ്യാപ്തി CBIക്ക് അവരുടെ അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ ബോധ്യപ്പെട്ടു എന്ന് വേണം ഈ CBI റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. വ്യാജ തണ്ടപ്പേരായി 3587 എന്ന വ്യാജ തണ്ടപ്പേർ സൃഷ്ടിച്ചുകൊണ്ട് ഈ തണ്ടപ്പേർ നമ്പറിന് കീഴെ നിരവധി സർവേ നമ്പറുകൾ സൃഷ്ടിച്ച് ആ രീതിയിൽ പോക്കുവരവ് നടത്തിയാണ് ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ പോക്കുവരവിന് കൂട്ടുനിൽക്കുകയും വ്യാജ തണ്ടപ്പേര് സൃഷ്ടിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്ത റവന്യൂവിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ അന്വേഷണ ശുപാർശ ഉണ്ടായിരുന്നത്. ഇത് ഉന്നതരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കുന്ന തരത്തിലാണ് സർക്കാർ പ്രവർത്തിച്ചത്. സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മോശമുണ്ടാകുമെന്ന കണക്കൂട്ടലുകൾ ഉന്നതതലത്തിൽ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് CBI നൽകിയിട്ടുള്ളത് DGPക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും രജിസ്ട്രേഷൻ IGക്കുമാണ്. എന്നാൽ ഇതിലെ ഒരു ശുപാർശയും നടപ്പിലായില്ല.
നടപ്പിലായില്ല. പ്രധാനപ്പെട്ട ശുപാർശകൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ ഈ വ്യാജ തണ്ടപ്പേരനുസരിച്ച് നടന്നിട്ടുള്ള എല്ലാ പോക്കുവരവുകളും ക്യാൻസൽ ചെയ്യുക, അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ആധാരമെഴുത്തുകാരുടെ ലൈസൻസ് പോലും ക്യാൻസൽ ചെയ്യുക തുടങ്ങിയ കൃത്യമായ ശുപാർശകൾ CBI റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഒന്നും നടപ്പിലായില്ല. അജിം ഷാ. ശരി സജീഷ്, അതിലേക്ക് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനാകും. ഇപ്പോൾ നമ്മോടൊപ്പം കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇരയായ കിഷോർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കിഷോർ, ഇത്തരത്തിലൊരു ശുപാർശ നിങ്ങളൊക്കെ മുമ്പോട്ട് വെച്ച പരാതി ശരിയാണ് എന്ന് ബോധ്യമായി നേരത്തെ തന്നെ, പക്ഷേ അന്വേഷണ സംഘത്തിനും അത് ശരിയാണെന്ന് ബോധ്യമായ ഒരു ഘട്ടത്തിൽ നീതി ലഭിക്കേണ്ട സംവിധാനത്തിൽ നിന്നും അത് ലഭിക്കുന്നില്ല. ശുപാർശ നടപടിയെടുക്കണം ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന ശുപാർശ പോലും സർക്കാർ മുക്കി. ഇത് 2015 8-ാം മാസം കൊടുത്ത ശുപാർശയാണിത്. CBIക്ക് കേസുകൾ വ്യക്തമായി അന്വേഷിച്ച് സർക്കാരിന് ശുപാർശ കൊടുക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സർക്കാരാണ്. പക്ഷെ ഇവിടെ സർക്കാർ എന്താ കാട്ടിയത്? ജനങ്ങൾക്ക് കര അടപ്പ് വരെ മൊത്തം മുടങ്ങിയിരിക്കുകയാണ് കടകംപള്ളിയില്. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ശുപാർശകൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാജ പ്രമാണങ്ങളും വ്യാജ തണ്ടപ്പേരെല്ലാം ക്യാൻസൽ ചെയ്ത് അവിടെയുള്ള വസ്തു ഉടമസ്ഥർക്ക് പഴയപടി തന്നെ കരം അടയ്ക്കാനും അവരെ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റിപ്പോർട്ട് നൽകിയിട്ട് അതിൽ ഒരു നടപടി പോലും എടുക്കാതെ പൂർത്തിവെച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ അതിശയമാണ്. അത് മാത്രമല്ല, ശ്രീ കിഷോർ സ്പെസിഫൈ ചെയ്യൂ. നിങ്ങൾ ഇരയാണ്, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഇത്രയേറെ ഗൗരവമായൊരു ശുപാർശ ഇങ്ങനെ ഒരു റവന്യൂ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും ആണ് സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഘട്ടത്തിൽ. അവിടെയാണ് സ്വത്തിനുള്ള സംരക്ഷണം ഇല്ലാതാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശുപാർശ എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു, അത് പൂഴ്ത്തിവെക്കപ്പെട്ടു, അത് യാദൃശ്ചികമാണെന്ന് കിഷോർ കരുതുന്നുണ്ടോ? യാദർച്ഛ്യമല്ല. എന്ത് ശുപാർശ? ഈ ശുപാർശ മാത്രമല്ല, ഹൈക്കോടതി ഞങ്ങൾ എന്തെങ്കിലും കേസായിട്ട് ഫയൽ ചെയ്ത് ഹൈക്കോടതി ചെന്നാൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾക്കെതിരെ റിപ്പോർട്ട് എഴുതി ഭൂമി തട്ടിപ്പുകാർക്ക് സഹായിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന AGയുടെ ഓഫീസാണ്. ഇപ്പൊ സർക്കാരിന്റെ എന്തെങ്കിലും ശുപാർശ CBI അയച്ചാൽ പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇത് ഗവൺമെന്റ് കാണിക്കാതെ മിണ്ടാതെ മൗനമായിട്ട് അവർക്ക് ഭൂമി തട്ടിപ്പ് നടത്തിയ ആൾക്കാർ കൂട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ കേസ് തുടങ്ങിയപ്പോൾ നടന്നിട്ടുള്ളത്, ഈ കേസ് ഭൂമി തട്ടിപ്പ് നടത്താനുള്ള ഒത്താശ ചെയ്തപ്പോൾ നടന്നിട്ടുള്ള സർക്കാരിന്റെ സമീപനം അങ്ങനെയാണ്. ഇതെങ്ങനെ ശരിയാകും? ഇതിനകത്ത് കൂടുതൽ സാധ്യതകളുണ്ടോ നിയമപരമായി? ഒരുപക്ഷെ കിഷോർ ദയവായി തുടരൂ. ബാലുസ്വാമി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെ നേതാവ് കൂടിയാണ് ബാലുസ്വാമി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലുസ്വാമി, ഇത്തരത്തിലൊരു ശുപാർശ പോലും പൂഴ്ത്തിവെക്കുക വഴി ലംഘിക്കപ്പെട്ടത് എന്താണ്? ഇതിനെതിരെ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉയർത്താനാകും നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ? 2015 മെയ്യിൽ സമർപ്പിക്കേണ്ട ശുപാർശയാണ്. അതായത് നമുക്ക് ഇപ്പം ഇതുവരെയുള്ള ഒരു UDF സർക്കാർ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം പോലും പുല്ലുവിലയ്ക്ക് കൽപ്പിക്കുന്നവരാണ്. ഇപ്പോഴത്തെ കളക്ടർ ആയാലും കൊള്ളാം, ചീഫ് മിനിസ്റ്ററുടെ അവിടെ നിന്നായാലും കൊള്ളാം, റവന്യൂ മിനിസ്റ്റർ ആയാലും കൊള്ളാം, എല്ലാവർക്കും ഭൂമി തട്ടിപ്പുകാരാണ് അവരുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ. അല്ലാതെ നമ്മൾ ഇന്നസെന്റ് പീപ്പിൾ, ഒരു സാധാരണ ഒരു പൗരൻ എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയെല്ലാം അട്ടിമറിക്കുക, അതെങ്ങനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുക, ഇതാണ് ഇവർ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അതല്ലാതെ ഒരു കോടതി ഓർഡറിനെ അതിനെ കറക്റ്റായിട്ടുള്ള വിശദീകരണം കൊടുത്ത് സാധുക്കളെ സംരക്ഷിക്കാനായിട്ടുള്ള യാതൊരു ശ്രമവും ഇപ്പോഴത്തെ കളക്ടറും പഴയ കളക്ടറും ആരുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ശ്രീ ബാലുസ്വാമി, അതായത് കേവലം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പ് ആഴത്തിൽ നടന്നത്, അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാക്കാനാകില്ല എന്നതാണ് നിങ്ങളും പ്രതിപക്ഷവും അടക്കം ഇവിടെ ആരോപിച്ചിരുന്നത്. അത് കേവലം ആരോപണമല്ല, അതിന് വസ്തുതകളുണ്ട് എന്നതാണോ CBIയുടെ ഈ റിപ്പോർട്ട് പോലും പൂഴ്ത്തപ്പെടുക വഴി പുറത്തേക്കെത്തുന്നത്? അതൊക്കെ പോട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പോക്കുവരവ് ക്യാൻസൽ ചെയ്തതും റദ്ദാക്കണമെന്നും പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തു ആർക്ക്, കളക്ടർക്ക്. അതുപോലും ദുർവ്യാഖ്യാനം ചെയ്ത് 8 മാസമായിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ കളക്ടർ ഓഫീസിൽ ഉറങ്ങിക്കിടക്കുകയാണ് ആ ഫയൽ പോലും. അതെന്തുകൊണ്ടാണ് ശ്രീ ബാലുസ്വാമി? അതെന്തുകൊണ്ടാണ്? അതെങ്ങനെ സംഭവിക്കുന്നു?
ഒരു പക്ഷേ ഭരണ സംവിധാനങ്ങൾക്ക് ബോധ്യമാവുകയാണ് അന്വേഷണ സംഘം CBI പോലെ ഒരു കേന്ദ്ര ഏജൻസിക്ക് അവരുടെ അന്വേഷണം മധ്യേ ബോധ്യമാകുന്ന കാര്യം അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന പ്രാധാന്യത്തോടു കൂടി സ്റ്റേറ്റിന് നൽകിയതാണ്. അതാണ് അട്ടിമറിക്കപ്പെട്ടത്. അതെങ്ങനെ? അതുകൊണ്ട് ഇപ്പോഴുള്ള സകല ഓഫീസർമാരും രാഷ്ട്രീയക്കാരും എല്ലാവരും തന്നെ മാഫിയക്കാണ് കൂടുതൽ സഹായം ചെയ്യുന്നത്. അവരുടെ പ്രതിഫലം പറ്റുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിനകത്ത്. തീർച്ചയായും ബാലുസ്വാമി ദയവായി തുടരുക തന്നെ ചെയ്യൂ. ഇപ്പോൾ കിഷോറിലേക്ക് ഒരിക്കൽ കൂടി. കിഷോർ, ഇത്തരത്തിൽ ഭൂമി തട്ടിപ്പിന് ഇരയായത് ഒരുപക്ഷെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഞെട്ടിയിരുന്നു. ഇന്നലെ വരെ കരമടച്ചവർ ഒരു നിമിഷം ചെന്നപ്പോൾ കരമടയ്ക്കാനാകുന്നില്ല. അവരാകട്ടെ സാധാരണക്കാരാണ്. ഈ തട്ടിപ്പിനാകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും സലിം രാജുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നും ബോധ്യമാകുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിലാണ് അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുന്നതെങ്കിൽ അതിൻ്റെ മാനം വളരെ വലുതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ പ്രതിഷേധമായി കൂടുതൽ മാനങ്ങളിലേക്ക് വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടി കടമയല്ലേ കിഷോർ? അതെ, ഞങ്ങൾ ഇത് ഭാവിയിൽ ഇത് ഈ സർക്കാരിന് CBI കൊടുത്ത ശുപാർശ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതി സമീപിക്കാനാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? ഇവിടെ നടന്നിട്ടുള്ളത് പരാതി കൊടുത്ത ആൾക്കാരുടെ വീട്ടിന്റെ കറണ്ട് കണക്ഷൻ വലിച്ചു ഊരി എന്ന് പറഞ്ഞ പോലെയാണ്. പരാതി കൊടുത്ത ആൾക്കാരുടെ കരം മുഴുവൻ സ്റ്റോപ്പ് ചെയ്യുക, ഭൂമി തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്യുക. ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വന്ന് ഞങ്ങളിത് പറയുക, നിങ്ങളുടെ കരമെല്ലാം ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, ഞങ്ങളായിട്ട് സഹകരിക്കുക. അതിനുള്ള എല്ലാ ഒത്താശയും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുക. ഇത് ഭൂമി തട്ടിപ്പ് സ്പോൺസേർഡ് ബൈ ഈ സർക്കാർ എന്നുള്ള ഒരു ലേബലും കൂടെ കൊടുക്കുക. എവിടെ ചെന്നാലും അവരുടെ ആൾക്കാർ മാത്രം വന്ന് എല്ലാത്തിനും തടസ്സം പറയുക. ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്, നമ്മൾ ഫോൺ ഡീറ്റെയിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ദണ്ഡപാണി ഹാജരായിട്ട് എടുക്കാൻ പറ്റത്തില്ല. സലീം രാജിന് ഒബ്ജക്ഷൻ ഇല്ല, പക്ഷേ സലീം രാജിന്റെ ഫോൺ ഡീറ്റെയിൽ എടുക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞാണ് എല്ലാ രീതിയിലും സർക്കാരാണ് സഹായിക്കുന്നത് തട്ടിപ്പുകാർക്ക്. അതാണ്, അങ്ങനെയുള്ള സഹായങ്ങൾക്ക് പിന്നിൽ ഒരു പക്ഷേ മടിയിൽ കനമില്ല എങ്കിൽ ഇത്തരത്തിൽ ഫോൺ രേഖകൾ എടുക്കുന്നതടക്കം നോക്കൂ. സർക്കാർ സംവിധാനമാണ്, ദണ്ഡവാണിയാണ് ഇടപെട്ട് പറയുന്നതെങ്കിൽ സർക്കാരിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു മാനം സാങ്കേതികമായി അതിനുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആഴവും പരപ്പും ആഘാതവും ഒരുപക്ഷെ വെളിവാകുന്നത് കിഷോർ. അതെ, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും 3 പേജുള്ള പരാമർശമാണ് ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ക്രിമിനൽസിന്റെ ഒരു സംഘം തന്നെ ഉണ്ടെന്നും മുഖ്യമന്ത്രി കേരളത്തിന്റെ ജനങ്ങളോട് മറുപടി പറയണമെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സോളാർ പോലുള്ള അഴിമതികൾ നടക്കുമെന്നും ബഹുമാനപ്പെട്ട ഹാരൂർ റഷീദ് 3 പേജിലായിട്ട് ഒരു ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ചീഫ് മിനിസ്റ്ററിന്റെയും ചരിത്രത്തിൽ ഇത്രയും വളരെ മോശമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഒരു ഹൈക്കോടതി എഴുതിയിട്ടില്ല. നമ്മളെ മുഖ്യമന്ത്രിക്ക് അത്രയും നല്ലൊരു മാനം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും കിഷോർ ദയവായി നിൽക്കൂ. ബാലുസ്വാമിയിലേക്ക്. ബാലുസ്വാമി കേൾക്കാമല്ലോ, താങ്കൾ ഉണ്ടല്ലോ ലൈനിൽ? അതെ, അതായത് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിമർശനാത്മകമായി ഞാനൊരു കാര്യം മുമ്പോട്ട് വെക്കുകയാണ്, ആരോഗ്യപരമായി എടുക്കുമെങ്കിൽ. അതായത് 2015 മെയ്യിലാണ് ഇത്തരത്തിലൊരു ശുപാർശ വന്നത്. അതുവഴി സാധൂകരിക്കപ്പെടുന്നത് നിങ്ങളുടെ ആരോപണം ശരിവെക്കുക എന്നത് മാത്രമല്ല, ഒരു കേന്ദ്ര ഏജൻസിയിൽ നിന്ന് അത്തരത്തിലൊരു ശുപാർശ വരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആരോപണങ്ങളൊക്കെ സാധൂകരിക്കുക മാത്രമല്ല, ഗൗരവമായ രീതിയിൽ ആ നടപടി എടുക്കുന്നതിൽ നിന്ന് ഭരണകൂടം പിൻവാങ്ങുക വഴി പുറത്തേക്കെത്തുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. വലിയ വലിയ രഹസ്യങ്ങളുടെ ഉടമകൾ ആര് എന്ന് ബോധ്യമാക്കുന്നുണ്ട്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഇത് നിയമ സംവിധാനങ്ങളുടെ തുടർ നടപടികളിലേക്ക് പോകാൻ നിങ്ങൾ വിമുഖത കാട്ടുന്നു. ഇപ്പോ ഒരു ചെറിയൊരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട MLA വിഷ്ണുനാഥ് ഉൾപ്പെടെ PC വിഷ്ണുനാഥാണോ? അതെ, PC വിഷ്ണുനാഥ് MLA. അദ്ദേഹം ഉൾപ്പെടെ പല മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പലരും പറഞ്ഞു സർക്കാർ ഈ ഞങ്ങളുടെ ഭൂമി തട്ടിപ്പ് കേസിൽ ഇടപെട്ടിട്ടില്ല എന്ന്. എന്നാൽ സലീം രാജിന് വേണ്ടി നമ്മൾ സലീം രാജിന് എഗൻസ്റ്റായിട്ട് കൊടുത്തത് ഒരു പേഴ്സണൽ കംപ്ലൈന്റ് ആണ്. ഹലോ, അതെ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ബാലുസ്വാമി പറഞ്ഞോളൂ, കേൾക്കാം. ബാലുസ്വാമി ആണ് സംസാരിച്ചു വന്നത്. തീർച്ചയായും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ബന്ധപ്പെടാനാകും എന്ന് തന്നെ തോന്നുന്നു. കാരണം നിർണായകമായി സലിം രാജിനെതിരെ പേഴ്സണലായി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടെന്തോ കാര്യമാണ് അദ്ദേഹത്തിന് പറയാൻ വന്നത്. പക്ഷേ ഫോൺ കട്ടായിപ്പോയി. ഒരു പക്ഷേ കിഷോർ ലൈനിലുണ്ടോ? കിഷോർ ലൈനിലുണ്ട്, കിഷോറും ലൈനിലില്ല. തീർച്ചയായും സജേഷ്, പേഴ്സണലായ പരാതിയാണ് സലിം രാജിനെതിരെ മുമ്പോട്ട് വെച്ചത്. നോക്കൂ, മുഖ്യമന്ത്രി PC വിഷ്ണുനാഥ് അടക്കം ഈ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയതിൻ്റെ കാര്യത്തെ സംബന്ധിച്ചാണ് ആക്ഷൻ കൗൺസിൽ നേതാവ് പ്രതികരിക്കാൻ പോയത് സജേഷ്. ആ ഘട്ടത്തിലാണ് ഫോൺ കട്ടായത്. അദ്ദേഹത്തിലേക്ക് എത്താനാകും. പക്ഷേ ഇവിടെ പുറത്തെത്തുന്നത് ഒരു പക്ഷേ ഇരകളും സൂചിപ്പിക്കുന്നത് അതാണ്.
അതായത് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നത് മാത്രമല്ല, കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ നീതി സംവിധാനം, നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ പോലും അട്ടിമറിക്കപ്പെട്ടുവെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയാണ് അവർ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത് സജേഷ് ഈ ഘട്ടത്തിൽ? കടകംപള്ളി ഭൂമി തട്ടിപ്പിന്റെ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമാകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തിന്റെ DGPക്ക് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ പേടിയാണോ എന്നാണ് സലിം രാജിന്റെ പേര് പരാമർശിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ ഹൈക്കോടതി. സജേഷ് ക്ഷമിക്കുക, നമുക്ക് ബാലുസ്വാമിയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകാം. തീർച്ചയായും ബാലുസ്വാമി, ഫോൺ കട്ടായി പോയി. അതായത് സലിം രാജിനെതിരെ പേഴ്സണൽ പരാതി എന്താണ് താങ്കൾ പറയാൻ വന്നത്? സലിം രാജിനും ആ ഗ്രൂപ്പ് മാഫിയ ഗ്രൂപ്പിന് അഗൻസ്റ്റ് ആയിട്ട് ഞാൻ ഫയൽ ചെയ്തത് ഒരു വ്യക്തി ഇൻഡിവിജ്വൽ കംപ്ലൈന്റ് ആണ് ഫയൽ ചെയ്തത്. അതിന്റെ അടുത്ത ദിവസം സലീം രാജിന്റെ ഫോണിൽ എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ദണ്ഡപാണി വരുമ്പോഴത്തേക്കും സർക്കാരിനെ റെപ്രസെന്റ് ചെയ്താ വരുന്നത്. എന്താ കാര്യം? ഇത് എനിക്ക് സർക്കാരിനെ കൺസൾട്ട് ഞാൻ കേസ് കൊടുത്തില്ലല്ലോ. വിശ്വനാഥും ചീഫ് മിനിസ്റ്ററും പല പ്രാവശ്യം പല വേദികളിലും പറയുകയുണ്ടായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ്. അവരുടെ കേസാണ് വന്നിട്ട് ദണ്ഡപാണിയുടെ ഓഫീസിൽ നിന്ന് കേസ് വരുമ്പോൾ സർക്കാരിന്റെ അല്ലാതെ ആർക്ക് വേണ്ടിയാ കേസിന് വരുന്നത്? സർക്കാർ തന്നെ കേസിന് വന്നത്. അപ്പൊ സർക്കാർ ഈ മാഫിയകളെ ഭയന്നാണ് അവർക്ക് വേണ്ടി അവരുടെ ഒരു റിക്വസ്റ്റ് പോലും ഇല്ലാതെ അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി ഫോൺ സന്ദേശം പിടിച്ചെടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വളരെ വ്യക്തം ശക്തിയായി വാദിക്കുന്നത്. അതായത് ബാലുസ്വാമി, ഈ തണ്ടപ്പേരുകൾ റദ്ദാക്കണം, വ്യാജമാണ് എന്ന് ബോധ്യമായത് കൊണ്ടാകുമല്ലോ തണ്ടപ്പേരുകൾ റദ്ദാക്കണമെന്ന് CBI ശുപാർശ നൽകുന്നത്. അത്തരത്തിൽ തണ്ടപ്പേർ റദ്ദാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമി നഷ്ടപ്പെട്ട പാവങ്ങൾ, താങ്കളടക്കം അല്ലെങ്കിൽ നിരവധി പേർ, അത്തരത്തിലുള്ള പാവങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പടി വിജയം ലഭിക്കുമായിരുന്നു അല്ലേ? അതെ, CBI മാത്രമല്ല ഹൈക്കോടതി ഓർഡറിൽ തന്നെ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് കളക്ടർക്ക് ഈ രാജതണ്ട പേര് പിടിച്ചത് റദ്ദാക്കണം എന്നും പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ അതിന് പ്രത്യേകമായിട്ടുള്ള പെറ്റീഷൻസ് കൊടുത്തു, എന്നാലും ഒരനക്കവും ഇല്ല. അവിടെ പെറ്റീഷൻസ് കൊടുക്കുന്നത് കിണറ്റി കല്ലിടുന്ന പോലെയാണ്. അപ്പൊ കളക്ടറേറ്റ് ആണല്ലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മാഫിയയുടെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. മാഫിയയുടെ ചീഫ് എന്ന് പറയുന്നത് ഇപ്പോൾ കളക്ടറാണ്. അതാണ് ഇപ്പോഴും നടക്കുന്നത്, നേരത്തെ നടന്നുകൊണ്ടിരുന്നത് ഇത് തന്നെ. പക്ഷേ ഉദ്യോഗസ്ഥ തലം എന്നതിനപ്പുറത്തേക്ക് ഇതിന് മാനങ്ങളുണ്ട്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്ന ഒരു സംഭവം ഇവിടെ സംജാതമായി. താങ്കൾ തന്നെയാണ് പേഴ്സണൽ കംപ്ലൈന്റിൽ സലിം രാജിനെ കുറിച്ച് കൊടുക്കുന്നത്. സലിം രാജ് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനായ വ്യക്തിയുമായി ബന്ധപ്പെട്ട് താങ്കൾ നൽകിയ പേഴ്സണൽ പരാതിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണൽ പരാതിക്ക് ഹാജരായത് ദണ്ഡപാണിയെ പോലെ ഭരണഘടനാ സ്ഥാപനമായി സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ? ഇതേ സംബന്ധിച്ച് തുറന്നു പറഞ്ഞുകൂടെ താങ്കൾക്ക്? രണ്ടും കൂടെ, ഉദ്യോഗസ്ഥരും മാഫിയായും കൂടെ ചേർന്നുള്ള, രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മാഫിയായും കൂടെ ചേർന്നുള്ള ഒരു കളിയാണിത്. സാധുക്കളെ ബുദ്ധിമുട്ടിച്ച് ലാൻഡ് തട്ടിയെടുക്കുക എന്നുള്ളതിന് മാഫിയക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ. രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടും വേണം, ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് വേണം. ഉദ്യോഗസ്ഥരുടെ 100% സപ്പോർട്ടും രാഷ്ട്രീയക്കാരുടെ 150% സപ്പോർട്ടും ഈ മാഫിയക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്നത്. തീർച്ചയായും ബാലുസ്വാമി, ഒരു കാര്യം കൂടി, കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ MLA-യുടെ ബന്ധു ആ വസ്തു മറ്റൊരു ഡോക്ടറിന് മറച്ചു വിറ്റു. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഈ തട്ടിപ്പ് ബോധ്യമായ ഘട്ടത്തിൽ പൈസയ്ക്കായി തിരിച്ച് ഈ MLA-യുടെ ബന്ധുവിൻ്റെ അടുത്ത് വരുന്നു. ഒരു UDF MLA-യുടെ ബന്ധുവാണ്. ആ UDF MLA-യുടെ ബന്ധു, തീർച്ചയായും പീപ്പിൾ TV നേരത്തെ അതുമായി ബന്ധപ്പെട്ട വാർത്തയും പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ ഒരു ബന്ധുവിന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടപാടുകളുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ബാലുസ്വാമി, ബന്ധുവാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ. ആരാണ് MLA? വിശദമായി പറയൂ. MLA എന്റെ നിഗമനത്തിൽ വർക്കല കഹാറാണ്. ഇനി പറയൂ. വർക്കല കഹാറിന്റെ ബന്ധുവിനോട് പൈസ തിരികെ വാങ്ങാൻ ആ ഡോക്ടർ എത്തിയിരിക്കുന്നു. അതേ സംബന്ധിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും പറയൂ. അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ മകൾക്കാണ് ഇദ്ദേഹത്തിന്റെ ബന്ധു ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടി വ്യാജ പ്രമാണം ചെയ്ത് 35 ലക്ഷം രൂപ വാങ്ങിച്ചു. അവര് ആ ഡോക്ടർ ഇന്ത്യക്ക് വെളിയിലാണുള്ളത്. ഈ തട്ടിപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവര് പൈസ തിരിച്ചു ചോദിക്കുകയുണ്ടായെന്നും
അതിന് പല രാഷ്ട്രീയമായിട്ട് ഡോക്ടറെ ഭീഷണി ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞത് പ്രകാരം ഈ വർക്കല കഹാർ MLA ബന്ധു, അതായത് കോൺഗ്രസിലെ വർക്കല കഹാർ MLA ബന്ധുവാണ് ഇത്തരത്തിൽ ഭൂമി തട്ടിപ്പിലെ ഒരാൾ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പൈസ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ എത്തി. ആ പൈസ നൽകിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുണ്ടോ? ഒരാളല്ല, ഒരുപാട് പേര് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതെ, അതില് ഈ ഈ പരാതിക്കാരിലൊരു 70% പേരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ്. ഈ വർക്കല കഹാർ MLA. അതെ 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 അതെ. തീർച്ചയായും ദയവായി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം ദയവായി തുടരൂ ശ്രീ ബാലുസ്വാമി. ഇപ്പോൾ നമ്മോടൊപ്പം M. വിജയകുമാർ കൂടി ചേരുകയാണ്. ശ്രീ വിജയകുമാർ, അതായത് വളരെ ഗൗരവമായ കാര്യം, സാധാരണക്കാരായ പൗരന്മാരാണ് ഈ ഭൂമി തട്ടിപ്പിന് ഇരയായവർ. അതും 1-2 പേരുമല്ല. ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പിന് ഇരയായതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടെത്തിയ പല കാര്യങ്ങളും സർക്കാർ പൂഴ്ത്തുന്നു എന്നതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. അതായത് CBI ഒരു ശുപാർശ നൽകി വ്യാജ തണ്ടപ്പേരുകൾ റദ്ദാക്കണമെന്നതടക്കം. പക്ഷേ ആ ശുപാർശയുടെ പകർപ്പ് ഇപ്പോൾ പീപ്പിൾ TVയിൽ പോകുന്നുണ്ട്. അതാണ് പൂഴ്ത്തിവെച്ചത് സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, CBI വന്ന് എടുക്കാനായിട്ട് CBIയുടെ റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ എത്തിച്ചു. ഞങ്ങൾ അതിനെ അന്വേഷിച്ച് പോയപ്പോൾ അവര് പറയാണ് സർക്കാർ ഇന്ന് വളരെ ഇത് ബാലുസ്വാമിയാണോ സംസാരിക്കുന്നത്? അതെ അതെ അതെ. പറയൂ ശ്രീ വിജയകുമാർ, ദയവായി തുടരൂ. ഞങ്ങൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയാനായി പോയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ആ ഫയലോട് കൂടെ സർക്കാരിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് എടുത്തോണ്ട് പോയെന്നും ആയതിനാൽ അതിനുമായിട്ട് യാതൊരു റെക്കോർഡ്സും ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിൽ ഇല്ലെന്നും, അതായത് CBIയുടെ ഡയറക്ഷൻസ് ഗവൺമെന്റ് പാലിക്കേണ്ട ഡയറക്ഷൻസ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസ് മുഖാന്തരം ചെയ്യേണ്ട കാര്യങ്ങൾ അടങ്ങുന്ന നിർദ്ദേശവും ഫയലും മുഴുവനും ഒരു കാരണവും കൂടാതെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്സഹായരാണെന്നുമാണ് അവർ പറയുന്നത്. ആരാ പറഞ്ഞത്? ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിൽ. പക്ഷെ ആ രേഖയാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചതും പീപ്പിൾ TV പുറത്തുവിടുന്നതും. ശ്രീ ബാലുസ്വാമി, ആരാ? അതായത് അത്തരത്തിൽ ആ രേഖ CBIയുടെ ഡയറക്ഷൻസ്, CBIയുടെ നിർദ്ദേശങ്ങൾ, ശുപാർശകളൊക്കെ നൽകിയതിന്റെ രേഖകൾ ആണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. താങ്കൾക്ക് ലഭിച്ചില്ല എന്ന് താങ്കൾ പറഞ്ഞ രേഖകൾ ആയിരിക്കും. അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ ഈ ഫയൽ ഇപ്പൊ അവിടെ ഇല്ല. ഫയലിന്റെ കാര്യങ്ങൾ ചോദിച്ചു പോയാൽ എല്ലാ സെക്രട്ടേറിയറ്റിൽ പോയി. സെക്രട്ടേറിയറ്റ് എവിടെ പോയിരിക്കും അത് ഞങ്ങൾക്ക് അറിയില്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു. അപ്പൊ നമ്മളെ കംപ്ലീറ്റ് പഴയ സ്റ്റേജ് നമ്പർ 1 പിന്നെ അങ്ങ് തള്ളിവിട്ടിരിക്കുകയാണ് അവരിപ്പോ. തീർച്ചയായും ബാലുസ്വാമി ദയവായി തുടരൂ. അതായത് നിർണായകമായ ഒരു പോയിന്റ് കൂടിയാണ് ബാലുസ്വാമി പറഞ്ഞത്. സജേഷ്, നമ്മളുടെ കയ്യിലുള്ള രേഖകളുമായി ബന്ധപ്പെട്ട് അതിന് നൽകാവുന്ന മറുപടി. അജിംഷാദ്, ഈ CBI റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ മുതൽ പരാതിക്കാരും മാധ്യമപ്രവർത്തകരും ഈ റിപ്പോർട്ടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് തീർത്തും പൂഴ്ത്തിവെക്കുന്ന നിലപാടായിരുന്നു റവന്യൂ വകുപ്പിൽ നിന്ന് സ്വീകരിച്ചത്. DGPക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും IG രജിസ്ട്രേഷനും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഒരു വകുപ്പിൽ നിന്നും ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന രീതിയിലല്ല കാര്യങ്ങളുണ്ടായിരുന്നത്. ഇതിന് പിന്നിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഭയക്കുന്നുവെന്ന സൂചന ഈ CBI റിപ്പോർട്ട് തെരഞ്ഞു പോയപ്പോൾ പോലും മാധ്യമപ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടതാണ്. ഇത് ഒരു തരത്തിലും ഒരു സർക്കാർ വകുപ്പിൽ നിന്നും തരാതെ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്വഭാവം വളരെ കൃത്യമായി നടപടിയെടുക്കണമെന്ന് പറഞ്ഞവർക്കെതിരെ നടപടിയെടുത്തില്ല. പകരം പ്രൊമോഷൻ നൽകി വ്യാജ തണ്ടപ്പേരുകളൊന്നും റദ്ദാക്കിയില്ല. ഇതിൻ്റെ റിപ്പോർട്ട് പോലും വെളിച്ചം കാണരുതെന്ന നിർബന്ധം സർക്കാർ വിവിധ വകുപ്പുകൾക്കും സർക്കാരിൻ്റെ ഉന്നത തലത്തിലും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ ഈ രേഖകൾ മാറ്റിയെന്നാണ് നമുക്ക് ലഭിച്ചത്. സജേഷ്, അതായത് അത്തരത്തിൽ കോൺഫിഡൻഷ്യലായി സൂക്ഷിച്ചിരുന്ന ഫയലിന്റെ പകർപ്പ് കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അങ്ങനെ തന്നെ പറയാം സജേഷ്. തീർച്ചയായും നിശബ്ദ പ്രചരണത്തിലാണ് കേരളം. നാളെ ജനവിധി രേഖപ്പെടുത്താനായി പോകുന്ന ഘട്ടത്തിൽ ഇന്നുള്ള നിശബ്ദ പ്രചരണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ TN സീമ അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. വിട്ടുപോയ കേന്ദ്രങ്ങളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലും വോട്ട് ചോദിച്ച് TN സീമ നിശബ്ദ പ്രചരണത്തിലാണ്. ഇപ്പോൾ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുനിൽ,
സുനിൽ, ഏകദേശം ത്രികോണ മത്സരം സാധ്യമായ ഒരു മണ്ഡലം കൂടിയാണ് ഇവിടെ TN സീമ അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്, അതായത് അതിൻ്റെ നിശബ്ദ പ്രചരണത്തിലാണ്. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിശബ്ദ പ്രചാരണത്തിലാണ്. ഓരോ മേഖലയിലും വിട്ടുപോയിട്ടുള്ള വോട്ടുകളും അതോടൊപ്പം തന്നെ ഉറപ്പിക്കേണ്ട വോട്ടുകളുമുണ്ട്. അത് തേടിയുള്ള യാത്രയിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഇപ്പോൾ എന്നോടൊപ്പം വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി TN സീമയുണ്ട്. രാവിലെ തന്നെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ മേഖലയും വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. TN സീമ ഇന്നലെ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്താനായി ശേഷിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രതീക്ഷ വട്ടിയൂർക്കാവിൽ? ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. കാരണം ഞങ്ങൾ 3 റൗണ്ട് വീടുകൾ കയറി കഴിഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ആളുകൾ അതുപോലെ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി സന്ദർശിച്ചിട്ടുണ്ട്. പര്യടനത്തിന് 6 ദിവസത്തെ പര്യടനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു സ്വീകരണമാണ് കിട്ടിയത്. സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ അധികം ഇങ്ങനെ ഇത്തരം സ്വീകരണങ്ങൾക്ക് വരാത്ത ആളുകളടക്കം ആ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ എത്തിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വർക്ക് വളരെ ആസൂത്രിതമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള വർക്കായിരുന്നു. ഒരു ബൂത്തിൽ 4 സ്ക്വാഡ് വീതം വരും. അതുപോലെ ഒരു ദിവസവും 2 ദിവസം കൂടുമ്പോൾ തന്നെ മെറ്റീരിയൽസ് കൊടുക്കാനുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്ക് വളരെ തൃപ്തികരമായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരമാവധി സ്ഥലങ്ങൾ ഓടിയെത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും ഞാനിപ്പോൾ രാവിലെ 7 മണി മുതൽ ഗൃഹസന്ദർശനമായിരുന്നു. നമ്മൾ ചെല്ലാതിരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെ ചില സ്ഥലങ്ങളിൽ പോകാൻ ശ്രമിച്ചു. ഇന്നിപ്പോൾ പള്ളി ഞായറാഴ്ച ആയതുകൊണ്ട്, പള്ളിയുള്ള ദിവസമായതുകൊണ്ട് പല പ്രദേശങ്ങളിലെയും പള്ളികൾ സന്ദർശിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാത്രി വരെ അത്തരത്തിലുള്ള ഈ ഒരു നിശബ്ദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ കാണാനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം ആളുകൾ, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ, അതുപോലെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിഭാഗം, ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും ആളുകൾ ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. പിന്നെ വികസനം ഒരു വലിയ പ്രശ്നമാണ്, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ വികസനം. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. കാരണം ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ. കാരണം എല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയും അതിനപ്പുറത്ത് കൂടുതൽ മേഖലയിലേക്ക്, നേരത്തെ TN സീമ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്താത്ത മേഖലയിലേക്കും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ട മേഖലയിലേക്കും പോവുക എന്നുള്ളത്. ആദ്യം മുതൽക്ക് തന്നെ TN സീമ വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ ഒരു നല്ലൊരു സൗഹൃദ വലയത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക നായകന്മാരുടെ ഒക്കെ ഒരു പിന്തുണയോടുകൂടി തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിലേക്ക് ഏത് തരത്തിലുള്ള ഒരു പ്രചരണം, ഒരു കാൽക്കുലേഷൻസ് എങ്ങനെയാണ്? ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എത്താത്ത ചില പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്, സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചില ആളുകളെ കാണേണ്ടതുണ്ട്, അതുപോലെ ചില വീടുകളിൽ പോകേണ്ടതുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ മുതൽ എൻ്റെ ഫോൺ നമ്പറും അതിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ, എൻ്റെ വെബ്സൈറ്റിൻ്റെ, എൻ്റെ മെയിൽ ID ഇതെല്ലാം കൊടുത്തുകൊണ്ടുള്ള വിസിറ്റിംഗ് കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളോട് വിളിച്ച് പറയാം, എൻ്റെ ഓഫീസുമായി ബന്ധപ്പെടാം, ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടുമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിപ്പോൾ ഇന്ന് രാവിലെ ആളുകളുടെ കൈ കിട്ടിയതിന് ശേഷം നിരവധി ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് എപ്പോഴും ലഭ്യമാവുക, അവർക്ക് എത്താൻ പറ്റുന്ന ആളുകൾ, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ ആവണം ജനപ്രതിനിധി എന്നുള്ള ഒരു പ്രതീക്ഷ ആളുകൾക്കുണ്ട്. പിന്നെ ഈ വികസന പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണും. അത് ഇടതുപക്ഷം എന്നുള്ള നിലയിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും നമ്മളതിന് ഉത്തരവാദിത്വം കാണിക്കും, അതിനൊരു കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ ആളുകൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം കേരളത്തിലൊരു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു നല്ലൊരു ട്രെൻഡ് വരുമ്പോൾ ജില്ല മൊത്തത്തിൽ ഇടതുപക്ഷത്തേക്ക് മാറുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു പ്രവണതയും ഈ മണ്ഡലത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ ആ ബാക്കി വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിലാവും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു വിജയം ഓരോ മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികളും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വോട്ടർമാരുടെ മനസ്സ് നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറക്കും. അതിനുശേഷം വോട്ടെണ്ണൽ കൂടെ പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഈ പ്രവചനം അല്ലെങ്കിൽ വിജയപരാജയം പ്രവചനാതീതമായ മണ്ഡലങ്ങളിൽ പോലും വളരെ ശക്തമായ രീതിയിൽ തന്നെ പുറത്തു വരികയും ചെയ്യും. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരുമാൻ. തീർച്ചയായും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് പോകാം. നമുക്ക് വിവാഹത്തിനെത്താമെന്ന വാക്കു പാലിച്ച് നിശബ്ദ പ്രചരണത്തിനിടെ കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് കൊല്ലം സ്വദേശിനി ഇന്ദുവിൻ്റെ കല്യാണ മണ്ഡപത്തിലെത്തിയാണ് ആശംസകൾ നേർന്നത്. കൊല്ലത്ത് റോഡ് ഷോ നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഇന്ദു മുകേഷിനെ സമീപിച്ച് ക്ഷണക്കത്ത് നൽകുകയായിരുന്നു. തന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും പങ്കെടുക്കുമെന്ന് അപ്പോൾ തന്നെ ഉറപ്പും മുകേഷ് നൽകി. പറഞ്ഞ വാക്ക് പാലിച്ച് മുകേഷ് കൊല്ലം ടൗൺ ഹാളിലെത്തി ഇന്ദുവിനും വരൻ മഹേഷിനും ആശംസകൾ നേർന്നു.
മുകേഷ് തന്റെ വിവാഹത്തിനെത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഇന്ദു പറഞ്ഞു. മുകേഷിന്റെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പ്രചരണത്തിന് പോയപ്പോൾ കണ്ടതാ. അപ്പൊ ഞാൻ ഓടിപ്പോയൊരു ലെറ്റർ കൊടുത്ത് പറഞ്ഞായിരുന്നു കാര്യം കല്യാണം വന്നപ്പോൾ പറഞ്ഞു എന്തായാലും വരാം എന്ന് പറഞ്ഞു. വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ല, സന്തോഷമായി. പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് താൻ ചെയ്തതെന്ന് മുകേഷ് പറഞ്ഞു. പെട്ടെന്ന് വളരെ ബോൾഡായിട്ടൊരു പെൺകുട്ടി വീട്ടിനകത്തു നിന്ന് വന്നിട്ട് പറഞ്ഞു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അപേക്ഷയായിരിക്കും. വളരെ ദുഃഖത്തിലാണ്, MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സാധിച്ചു തരണം എന്നൊക്കെയാണ് വിചാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത്? എൻ്റെ വിവാഹമാണ്, ഇത് ക്ഷണക്കത്താണ്, എനിക്ക് വീടും അറിഞ്ഞൂടാ, ഇനി കാണാനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. ഇലക്ഷന് മുമ്പ് 15-ാം തീയതിയാണ്, വരുമോ? ഒരു പ്രത്യേക തരത്തിലുള്ള ക്ഷണം എനിക്കൊന്നും വേറെ ആർക്കും കിട്ടിക്കാണത്തില്ല. സ്ഥാനാർത്ഥിയായിട്ട് പോവുക, പ്രചരണത്തിൽ പോവുക, അവിടെ വെച്ച് നേരിട്ട് തരിക, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ പോലും ഇവിടെ വരണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ വന്നു. ഞാൻ വധൂവരന്മാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. പതിവ് പോലെ തങ്ങളുടെ ഇഷ്ടതാരത്തെ കണ്ടപ്പോൾ ഹാളിലുണ്ടായിരുന്നവർ പ്രായഭേദമന്യേ സെൽഫി എടുക്കാനും മറന്നില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.